സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ലോജിക്. സോ നമ്മൾ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ലോജിക് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. പക്ഷെ അത് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴൊക്കെ എല്ലാവർക്കും ഭയങ്കര പ്രയാസം, എല്ലാവർക്കും പേടിയാണ്, ആ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യാൻ പേടിയാണ്. പക്ഷെ നമുക്കിന്ന് നോക്കാം എങ്ങനെയാണ് അതിനെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, എങ്ങനെ നമുക്ക് ഈ ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത്. ഞാൻ നെറ്റ് എഴുതിയപ്പോൾ എങ്ങനെ പഠിച്ചു എന്നുള്ള എന്റെ കുറച്ച് ടിപ്സും കൂടെ ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് നോക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലബസിന്റെ ഓവർവ്യൂ ആണ്. ഈ സിലബസ് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്തെടുക്കാം, അല്ലെ എങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കാം. അപ്പം NDA നമ്മളോട് പറയുന്ന സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ലോജിക്, അതിന്റെ ദ മീൻസ് ഓഫ് നോളജ്. സോ ഹൗ ഇന്ത്യൻ ലോജിക് അല്ലെങ്കിൽ അതിന്റെ എവല്യൂഷൻ, ഹൗ മെനി സ്കൂൾസ് ആർ ദെയർ, ഹൗ ഇറ്റ് ഇസ് എ മീൻസ് ഓഫ് നോളജ്, എങ്ങനെയാണ് ആ നോളജ് എന്നുള്ള സാധനം പ്ലേ ചെയ്യുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് സ്കൂൾസ് ലൈക്ക് ഹെറ്ററോഡോക്സ്, ഓർത്തഡോക്സ്, അങ്ങനത്തെ സ്കൂൾസിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് പ്രമാണാസ് ആണ്. പ്രമാണാസ് വരുമ്പോഴാണ് കൂടുതൽ ആളുകൾക്കും കൺഫ്യൂഷൻ വരുന്നത്. കാരണം സിലബസിൽ ഇത് വളരെ റാൻഡം ആയിട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അത് പഠിക്കുമ്പോഴത്തേക്കും കുറച്ചൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. പ്രമാണാസ് എന്ന് പറയുമ്പോൾ 6 പ്രമാണാസ് ഉണ്ട്. പ്രത്യക്ഷ എന്ന് പറയുമ്പോൾ പെർസെപ്ഷൻ, നമ്മൾ എന്താണ് കാണുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡിയ എന്താണ്. ഒരു സാധനം കാണുമ്പോൾ നമ്മൾ പ്രത്യക്ഷമായിട്ട് എന്ത് കാണുന്നു, അതാണ് പെർസെപ്ഷൻ. അടുത്ത പ്രമാണ എന്ന് പറയുന്നത് അനുമാനം, ഇൻഫറൻസ്. നമ്മൾ അനുമാനിക്കുവാണ്, നമ്മൾ ഇൻഫർ ചെയ്യുവാണ്. ഒരു സാധനം കണ്ടിട്ട് ഇന്നതാണ് കൺക്ലൂഷൻ എന്നുള്ളത് നമ്മൾ അനുമാനിക്കുകയാണ്. അടുത്തതെന്ന് പറയുന്നതാണ് ഉപമാനം, നമ്മൾ ഉപമിക്കുന്നു, ചന്ദ്രനെ നമ്മൾ ഉപമിക്കുന്നു, അപ്പൊ അത് കമ്പാരിസൺ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ശബ്ദ, വേർബൽ ടെസ്റ്റിമോണി. ഒരാളുടെ ശബ്ദം കൊണ്ട് അല്ലെങ്കിൽ അയാൾ പറയുന്നത് എന്താണ് അതൊരു ടെസ്റ്റിമോണി ആയിട്ട് എടുക്കുന്നതാണ് അവസാനത്തെ പ്രമാണം, അതായത് ശബ്ദം. പിന്നെ ഉള്ള 2 പ്രമാണങ്ങൾ, 2 എണ്ണമാണ് അർത്ഥപതിയും അനുപലബ്ധി. അത് പ്രമാണാസിന്റെ കൂടെ തന്നെ ഉള്ളതാണ്. അതിനകത്ത് അർത്ഥപതി എന്ന് പറയുന്നത് ഇംപ്ലിക്കേഷൻ, ഒരു സാധനം നടന്നു കഴിഞ്ഞു അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ് അർത്ഥപതി. പിന്നെ ഉള്ളതാണ് ഉപലബ്ധി. ഉപലബ്ധി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇല്ലാത്തത് കൊണ്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്, അതാണ് നോൺ അപ്രിഹെൻഷൻ. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സസിൽ വരുമ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിൾ വെച്ച് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. പിന്നെ നമ്മുടെ സിലബസിലുള്ളത് സ്ട്രക്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് അനുമാനം. അനുമാനയ്ക്ക് വീണ്ടും അതിന്റെ സ്ട്രക്ചറും കൈൻഡ്സ് ഒക്കെ ഉണ്ട്. അതും നമുക്ക് എക്സാമ്പിളിൽ കൂടെ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടും പറ്റും. പിന്നെ ഉള്ളതാണ് വ്യാപ്തി, ഇൻവേരിയബിൾ റിലേഷൻ, വ്യാപിച്ച് കിടക്കുന്ന ഒരു സാധനം. അതിനും നമുക്ക് എക്സാമ്പിൾ ത്രൂ നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഉള്ള അടുത്ത കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനം, ഇപ്പൊ റീസെന്റ് NDA ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സാധനമാണ് ഹേദവ്യാസാസ്. ഹേദവ്യാസാസ് എന്ന് പറയുമ്പോൾ ഫാലസീസ് ആണ്. നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ തന്നെ വേറെ ഫാലസീസ് പഠിക്കുന്നുണ്ട്, ഫാലസി ഓഫ് റെഡ് ഹിയറിംഗ്. അപ്പൊ അതിന്റെ അങ്ങനെയുള്ള പല ഫാലസികളും പോലെ തന്നെ ഇന്ത്യൻ ലോജിക്കിലും വേറെ ഫാലസീസ് ഉണ്ട്. അതും നമുക്ക് എക്സാമ്പിൾ വെച്ച് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഈ ലോജിക് പഠിക്കുന്നതിന് മുമ്പേ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ NDA നമ്മുടെ അടുത്തുനിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ടു ബി ഫ്രാങ്ക്, NDA അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു ഇന്ത്യൻ ഫിലോസഫിക്കൽ സ്കൂൾസിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഈ ഇന്ത്യൻ ലോജിക് ഈ സിലബസിലേക്ക് തിരികെ കയറ്റിയത്. പിന്നെ അതിന്റെ സ്റ്റേജസും ക്ലാസിഫിക്കേഷൻ, അത് NDAയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വളരെ എവിഡന്റ് ആയിട്ട് നമുക്ക് ഒരു 2019 തൊട്ട് കാണാൻ പറ്റും. സ്റ്റേജസ്, ക്ലാസിഫിക്കേഷൻസ്, പിന്നെ എക്സാമ്പിൾസ് വന്നിട്ട് ഇത് എവിടുന്നാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വളരെ എവിഡന്റ് ആണ്. പിന്നെ NDA പറയുന്ന കാര്യവും ഞാൻ ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നോക്കിയിട്ടുള്ള ഒരു രീതി വെച്ചിട്ടാണേലും ഇന്ത്യൻ ലോജിക് നമ്മൾ ബൈഹാർട്ട് പഠിക്കേണ്ട ഒരു സാധനമേ അല്ല. അത് ക്രാമിങ് അല്ല. നമുക്ക് മനസ്സിലാകുവാണെങ്കിൽ അത് നമ്മൾ ക്രാം ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. അല്ലാതെ നമുക്ക് ഇന്ത്യൻ ലോജിക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ എടുത്ത് നമുക്ക് ചെയ്യാം. പക്ഷെ അതിന് നമ്മൾ കുറച്ച് എഫേർട്ട് നന്നായിട്ട് ഇടണം. അപ്പൊ അതിന്റെ എഫേർട്സ് ആണ് വൈ ആൻഡ് ഹൗ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിനകത്തുള്ളത് എപ്പോഴും നെറ്റ് എക്സാംസിന് വളരെ, അതായത് നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ലോജിക്കിൽ നിന്ന് ഷുവർ ആണ്. അപ്പൊ ഈ 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് 4 തൊട്ട് 6 മാർക്സ് വരെ. നമുക്കറിയാം നെറ്റ് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ JRF ക്ലിയർ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും
അതിനകത്ത് എത്രത്തോളം എഫേർട്ട് വേണം, ഓരോ മാർക്സ് ഓരോ ക്വസ്റ്റ്യനും, അതായത് 2 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം നെറ്റ് എഴുതിയപ്പോ എനിക്ക് 2 മാർക്കിന് നെറ്റ് പോയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇന്ത്യൻ ലോജിക് പഠിക്കാതെ പോയത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഈ മാർക്സ് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ കിട്ടും. ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. നമ്മൾ എക്സാമ്പിൾസ് ഇന്ത്യ തരുന്ന എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി, വേറെ അവർ പുതിയ എക്സാമ്പിൾസ് തരില്ല. PYQ നോക്കുവാണെങ്കിൽ നമുക്ക് പല എക്സാമ്പിൾസ് കിട്ടും, ആ എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി. അത് തന്നെയായിരിക്കും വീണ്ടും ചോദിക്കുന്നത്. പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. റിപ്പീറ്റഡ് ആയിട്ട് തന്നെ കുറെ ക്വസ്റ്റ്യൻസും കുറെ എക്സാമ്പിൾസും വന്നിട്ടുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യും. പിന്നെ റിവൈസ് ചെയ്യുക, റീവിസിറ്റ് ചെയ്യുക, നോട്ട്സ് എഴുതുക. നമ്മൾ എന്ത് പഠിപ്പിച്ചാലും ആ നോട്ട്സ് എഴുതി വെച്ചിട്ട് അത് റിവൈസ് ചെയ്യുക. ഇന്ത്യൻ ലോജിക്കിന്റെ ഒക്കെ നോട്ട്സ് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് ട്രിക്സ്, ഇത് ഞാൻ എനിക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ട്രിക്സ് ആണ്. അപ്പോ ഇതിലെ കുറച്ച് ട്രിക്സ് എന്ന് പറയുന്നത്, നമ്മൾ ന്യായ പ്രമാണാസ് പഠിക്കുമ്പോൾ നമുക്ക് ഈ ഒരു കോഡ് യൂസ് ചെയ്യാം, പൗ ആസ്. പൗ എന്ന് പറയുമ്പോൾ നമുക്ക് പട്ടിക ഓർക്കാം, പൗ ആസ്. അപ്പൊ അങ്ങനത്തെ കോഡ്, ഇപ്പം പൗ ആസ് എന്ന് പറയുമ്പോൾ ന്യായ പ്രമാണാസ് ഞാൻ നേരത്തെ പറഞ്ഞ 6 പെർസെപ്ഷൻ, അതായത് പിന്നെ പ്രമാണ, പിന്നെ അനുപലപ്തി, ഉപമാന, അപ്രിഹെൻഷൻ, അതായത് അനുമാന, പിന്നെ അനുപലപ്തി, ശബ്ദ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പൗ ആസ് എന്നുള്ള കോഡ് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേഗം എടുക്കാൻ പറ്റും. പിന്നെ അനുമാന എന്നുള്ളത് നമുക്ക് വീണ്ടും ഇതിപ്പോ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസ് പറയുവാണ്, ചെറിയ ചെറിയ എക്സാമ്പിൾസ് പറയുവാണ് എങ്ങനെ നമുക്ക് ഇതിനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള ചെറിയ ചെറിയ എക്സാമ്പിൾസ്. ഇപ്പൊ അനുമാനം നമ്മൾ എടുക്കുവാണെങ്കിൽ അനുമാന, അനു പ്ലസ് മാന, അനുമാനിച്ചു. അനു എന്നുള്ള ഒരാള് മാനിച്ചു, അപ്പൊ അനുമാന. ആഫ്റ്റർ നോളജ്, നമുക്ക് ഓൾറെഡി ഒരു നോളജ് ഉണ്ട്, അപ്പൊ ആ നോളജിന് ശേഷം നമ്മൾ എടുക്കുന്ന കാര്യമാണ് അനുമാനം. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് ഓഫ് ശബ്ദ. അപ്പോ ശബ്ദയിൽ നമുക്ക് ശബ്ദ എന്ന് പറയുമ്പോൾ വെർബൽ ടെസ്റ്റിമോണിയാണ്. അപ്പൊ നമുക്ക് ഈ കോഡ് യൂസ് ചെയ്യാം, AYST. ആകാംക്ഷ, നമുക്കൊരു ക്യൂരിയോസിറ്റി ആണ്. പിന്നെ യോഗ്യത, നമ്മൾ ഈ നോക്കുന്ന സാധനത്തിനൊരു നമുക്ക് ഒരു വെർബൽ ടെസ്റ്റിമോണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു യോഗ്യത ഉണ്ടാവണം. പിന്നെ സന്നിധി, സന്നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് പ്രോക്സിമിറ്റി. പിന്നെ താല്പര്യ, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കോഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ ലോജിക്ക് വളരെ ഈസി ആയിട്ട് പയ്യെ പയ്യെ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇന്ത്യൻ ലോജിക്ക് നമുക്ക് ടാക്കിൾ ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറയുന്നത് കുറച്ച് PYQs നമുക്ക് നോക്കാം. അപ്പൊ ഈ PYQസിനകത്ത് 2 എണ്ണമാണ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. To find my way about in a village, I asked a residents for guidance. Which of the following instruments of knowledge is used according to classical Indian school of logic? ന്യായം. അപ്പൊ ഇതിൽ നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യുക? ഞാനൊരു വില്ലേജിൽ നിൽക്കുവാണ്. അപ്പൊ അവിടുത്തെ തന്നെ താമസിക്കുന്ന ഒരാളോട് ഞാൻ അവിടുത്തെ വഴിയെ പറ്റി ഒരു ഗൈഡൻസ് ചോദിക്കുവാണ്. അപ്പൊ ആ ഗൈഡൻസ് ചോദിക്കുമ്പോൾ ഏത് നോളജ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് നമുക്ക് കോമൺ സെൻസ് ആയിട്ട്, നമുക്ക് കോമൺ സെൻസോട് കൂടി തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് ഇന്ത്യയുടെ തന്നെ ക്വസ്റ്റ്യൻ ആണ്, അവർ ബ്രാക്കറ്റിലും തന്നിട്ടുണ്ട് എന്താ സംഭവം. നമ്മൾ വഴി ഒരാളോട് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ആലോചിക്കുന്നത്? നമ്മൾ പെർസെപ്ഷൻ നോക്കുമോ, എന്താണ് ഉള്ളതെന്ന് നോക്കുമോ? നോക്കത്തില്ല. സിമിലാരിറ്റി നോക്കുമോ, നമ്മൾ ഉപമിച്ച് നോക്കുമോ, ഈ വഴിയാണോ ആ വഴിയാണോ നല്ലത്, അയാൾ 2 വഴി നമുക്ക് പറഞ്ഞു തരുമോ? ഇല്ല. ഇൻഫർ ചെയ്യുമോ, നമ്മൾ അനുമാനിക്കുമോ ഇതായിരിക്കും, നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റ് വന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിയണോ റൈറ്റിലേക്ക് തിരിയണോ, അപ്പം നമ്മൾ വിചാരിക്കുമോ ഓക്കെ റൈറ്റിലേക്ക് തിരിഞ്ഞ് നോക്കാം. പക്ഷെ നമ്മളുടെ ഇപ്പൊ ഇന്ത്യയുടെ ഒരു രീതിയിൽ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്. അപ്പൊ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഉറപ്പായിട്ടും അയാൾ പറയുന്ന സത്യമാണെന്ന് നമ്മൾ അങ്ങ് ബിലീവ് ചെയ്യും. അപ്പൊ വെർബൽ ടെസ്റ്റിമോണിയാണ് ഇവിടുത്തെ ഉത്തരം, ശബ്ദ. കാരണം നമ്മൾ അയാളോട് ചോദിക്കുവാണ്, ആ റെസിഡൻസിനോട് വി ആർ ആസ്കിങ് ഫോർ എ ഗൈഡൻസ്. സോ ഡെഫിനറ്റ്ലി ഇതിന്റെ ഉത്തരം വെർബൽ ടെസ്റ്റിമോണിയാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. An American is told by his friend that Asian buffalo is like bison in such and such respects. When the American visits Asia and comes across a buffalo, he comes to know that the animal seen by him is buffalo. Which of the following means of knowledge is used in this instance? അപ്പൊ ഒരു അമേരിക്കക്കാരനോട് അയാൾക്ക് ഒരു ഫ്രണ്ട് പറഞ്ഞു, ഏഷ്യയിലെ ബഫല്ലോ ബൈസൺ എന്ന് പറയുന്ന ആനിമലിനെ പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഈ സെയിം അമേരിക്കൻ ഏഷ്യയിൽ വരും, ഒരു ബഫല്ലോ നടന്നു പോകുന്ന കണ്ട. അപ്പൊ അയാൾ എന്ത് തീരുമാനിച്ചു? അയാളങ്ങ് വിചാരിച്ചു ഇത് ബഫല്ലോ ആണെന്ന്.
അപ്പൊ ഇയാൾ ഏത് മീൻസ് ഓഫ് നോളജ് അല്ലെങ്കിൽ ഏത് പ്രമാണയാണ് യൂസ് ചെയ്തത് ഇത് ബഫല്ലോ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ നമുക്ക് ഇൻഫറൻസ് എന്നുള്ളൊരു സാധനം തന്നിട്ടില്ല. അപ്പൊ ഇൻഫറൻസ് അല്ല, നമുക്ക് ആദ്യം തന്നെ കളയാം. പിന്നെ എന്തായിരിക്കും? അമേരിക്കയെ വെച്ച് അയാൾ പറഞ്ഞു, അയാളുടെ ഫ്രണ്ട് പറഞ്ഞു ഏഷ്യൻ ബഫല്ലോ ഈസ് ലൈക്ക് ബൈസൺ. അപ്പൊ ഈസ് ലൈക്ക് എന്നുള്ളത് ഇവിടുത്തെ കീവേഡ് ആണ്. ഇന്ത്യയെ തരുന്ന കീവേഡ്സ് നമ്മൾ പേപ്പർ 1 യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കാം. അപ്പൊ ഈസ് ലൈക്ക് എന്ന് പറയുമ്പോൾ കമ്പാരിസൺ ആണ്, ഉപമിക്കുവാണ്. അപ്പൊ ആ ലൈക്ക് എന്നുള്ള വേർഡ് നമ്മൾ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് കമ്പാരിസൺ ആണെന്ന് മനസ്സിലാക്കാം. സോ നമുക്ക് PYQs ത്രൂ നമുക്ക് കുറെ കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇന്ത്യൻ ലോജിക്ക് പെർസെപ്ഷൻ തൊട്ട് അല്ലെങ്കിൽ പ്രമാണ തൊട്ട് ഓരോ പ്രമാണം എന്താണ്, പിന്നെ അതിന്റെ സിലബസ് അനുസരിച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇന്ത്യൻ ലോജിക്കിൽ നിന്ന് വരുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് നമുക്ക് വെക്കാനും പറ്റും. നമുക്ക് ഇന്ത്യൻ ലോജിക്ക് നമ്മൾ പഠിച്ച് കോൺഫിഡന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഈസിയാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്യേണ്ടിയേ വേണ്ടൂ. നമ്മൾ പിന്നെ അത് ഭയങ്കര അതിനെപ്പറ്റി അധികം വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള നോട്ട്സും കൂടെ എടുത്തു വെച്ചിട്ടാണെങ്കിൽ ഈസി ആയിട്ട് ഇന്ത്യൻ ലോജിക്ക് ക്രാക്ക് ചെയ്യാം.